വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 2 ബില്ലുകൾ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുമാണ് അവതരിപ്പിക്കുക. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യും. എസ് ശാലിനി വിശദാംശങ്ങൾ നൽകും. ശാലിനി, ഇന്ന് സഭയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? 2 പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിയമസഭയിലേക്കാണ് പോകുന്നത്. ഇന്ന് 2 ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കാൻ പോകുകയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടക്കും. അവിശ്വാസ പ്രമേയത്തിന്, അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശാലിനി നിയമസഭയിൽ നിന്നും ചേരുന്നു. ശാലിനി, ഇന്നിപ്പോൾ സഭ തുടങ്ങി 4ാമത്തെ ദിവസമാണല്ലോ. എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? 2 പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുന്നതായും അറിയാൻ കഴിയുന്നു. പറയും. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിർണായകമായിട്ടുള്ള 4ാം ദിവസമാണ് 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് 4ാം ദിവസമാണ് 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് അടിയന്തര പ്രമേയത്തിനും ഇന്നും അനുമതി നൽകിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് വിലക്കയറ്റമാണ്. ഓണക്കാലത്തും ഒപ്പം തന്നെ ഓണത്തിന് ശേഷവും ഒക്കെ സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യം. വെളിച്ചെണ്ണ അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട്. അത് പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് അത് കഴിയാത്ത വന്ന സാഹചര്യം, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ സഭയിൽ നൽകിയിട്ടുള്ളത്. PC വിഷ്ണുനാഥ് MLA ആണ് പ്രതിപക്ഷത്തു നിന്നും ഈ നോട്ടീസ് ഇപ്പോൾ റൂൾ 50 പ്രകാരം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഭരണപക്ഷവും സ്പീക്കറും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ 12 മണി മുതൽ 2 മണി വരെ ചർച്ച നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതായത് ഈ ഒരു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം പിണറായി സർക്കാരിന്റെ 16ാമത് അടിയന്തര ചർച്ചയാണ്, അല്ലെങ്കിൽ അടിയന്തര പ്രമേയ ചർച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 4 ദിവസമായി സഭാ സമ്മേളനം ആരംഭിച്ചിട്ട് അതിൽ തുടർച്ചയായി 3ാം ദിവസമാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ, വാക്കുതർക്കം ഒക്കെ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. കൂടാതെ തന്നെ നിർണായകമായിട്ടുള്ള 2 ബില്ലുകൾ കൂടി ഇന്ന് സഭയിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നട്ടുപിടിപ്പിക്കുന്ന ചന്ദന മരങ്ങൾ അത് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിർണായകമായിട്ടുള്ള ബില്ല് ഇന്ന് നിയമസഭയുടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആ ബില്ല് ഔദ്യോഗികമായി ഇന്ന് അനുമതി നൽകാനുള്ള, സഭാ സമ്മേളനം അനുമതി നൽകാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന്, ഈ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും മൃഗങ്ങൾ ഇറങ്ങി വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷിയടക്കം നശിപ്പിക്കുന്ന കാട്ടുപന്നികളടക്കമുള്ള സംഭവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതിലും ഇന്നൊരു ബില്ല് സഭയിലേക്ക് എത്തുകയാണ്. വന്യജീവി സംഘർഷം ഒഴിവാക്കാനും ഒപ്പം തന്നെ അതിനെ വെടിവെച്ച് കൊല്ലുന്ന അടക്കമുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ന് സഭയിൽ ബില്ലായി ചർച്ചയ്ക്ക് വരികയും ചെയ്യുകയാണ്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഔദ്യോഗികമായി ഈ 2 ബില്ലുകളും അംഗീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റി നിയമസഭയുടെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച 12 മണിയോടുകൂടി ആരംഭിക്കും. ഒപ്പം 2 നിർണായകമായ ബില്ലുകൾ കൂടി ഇന്ന് സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് എസ് ശാലിനി നിയമസഭയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.